മോളെ മോള് വന്ന ഉമ്മ. എന്നാ കുറച്ച് വെള്ളം കുടിച്ചോ. ഞാൻ ഇതാ ജഗ്ഗില് വെള്ളമില്ല. അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അങ്ങോട്ടൊക്കെ എണീക്കാൻ നിക്കേനു. എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യ. താങ്ക് യു ഉമ്മ. അതൊന്നും കുഴപ്പമില്ല മോളെ. എന്റെ മോളെന്നല്ലേ ഇജ്ജു. എന്റെ മോളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ എന്നോടും പെരുമാറേണ്ടത്. ആയിക്കോട്ടെ മോളെ, പോയി കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് വാ. ഞാനൊരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണ്, അതും ചായയും കുടിക്കാം. ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണ്, ചെല്ല്. ശരി ഉമ്മ. ഫാത്തിമ എവിടെ പോയി? കാണുന്നില്ലല്ലോ. ജമീൽ താത്ത. മരോള് ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പം ബിരിയാണി ഉണ്ടാക്കിയതുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് തരായി വെച്ചിട്ട് കൊണ്ടുവന്നതാ. ഇതാ ബിരിയാണി. ശരി ശരി. അത് ശരി. അല്ല മരോളില്ലേ? മരോളുണ്ട്. മരോൾ ഇന്ന് പുറത്ത് പോവേണ്ട ഒരു ആവശ്യം ഉണ്ടേനി. അപ്പൊ വന്നിതാ ഫ്രഷ് ആവണുണ്ട്. ഈ ചായം കാനൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. അപ്പൊ ഫ്രഷ് ആയിട്ടെ ചായം കാനൊക്കെ കുടിക്കാൻ വേണ്ടിട്ട് ഓളയും കാത്തിക്കാണ്. പിന്നെ മരുമക്കളായിട്ട് അധികം അടുക്കൊന്നും വേണ്ടട്ടാ. അധികം സോപ്പിട്ട് പൊന്നെ തേനെ വിളിച്ചാലേ പിന്നെ അവരമ്മ തലയിൽ കയറി നടക്കും. എന്തിനാ അവർക്ക് വെറുതെ നടക്കുന്നത്? അവള് കേക്കണ്ട. എന്റെ ഊരവേദന അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം ഊരവേദന ഒന്നും ഇല്ല, ഒരടവ്. നിങ്ങൾക്ക് അടുക്കള പണി ചെയ്തോട്ടെ ചോദിച്ചിട്ടേ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓളാണ് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കല്. അപ്പൊ ഇന്ന് ബിരിയാണി വെച്ചപ്പോ ഞാൻ അവിടെ കൊണ്ടുവന്നതാ. അപ്പം കുറച്ച് കുറവുണ്ട് പറഞ്ഞിട്ട്. ജമീൽ താത്ത, എനിക്ക് അതിനെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എനിക്കും ബുദ്ധിമുട്ടില്ല, ഓക്കും ബുദ്ധിമുട്ടില്ല. നമ്മളങ്ങനെ പോണ്. നമ്മൾക്ക് ആവതുള്ള കാലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളെ മക്കളെ പൊന്നു പോലെ നോക്കാനൊക്കെ പറ്റുള്ളൂ. ഫാത്തിമ പറഞ്ഞത് ശരിയാണ്. ശരി എന്നാ ഞാൻ പോട്ടെ. ഓളാടെ ഒറ്റക്കല്ലേ. ശരി ശരി. മോളെവിടെ ഇരിപ്പുണ്ടേനാ? ഉമ്മ ഞാൻ ഫ്രഷ് ആയി വന്നു. ഉമ്മ വഴി നമുക്ക് ചായ കുടിക്കാം. ഞാൻ അതാ ചായ ഒക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോഴാണ് ഓര് വന്നത്. നമുക്ക് ചായ കുടിക്കാം. എന്റെ മോളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ഞാനും നോക്കണ്ടല്ലേ. ഓളും എന്റെ മോളെന്നല്ലേ. ശരിക്കും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് കിടന്നാലിരിക്കും ഓരോ വില അറിയല്.